ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനിപ്പോൾ വീണ്ടും സൂപ്പർമാർക്ക് 4 ആയിട്ട് എത്തിയേക്കണേ ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടുപോകാം. ഗൈസ്, നമ്മുടെ ഹൈലി മണി കൊടുത്ത് മേടിച്ച മാൻഷനിലാണ് ഗൈസ് ഞാൻ എത്തിയേക്കുന്നത്. നല്ല വില കൂടിയ മാൻഷനാണ്. ഭയങ്കര റേറ്റാണ് ഗൈസ്. സിമുലേറ്ററിൽ ഏറ്റവും വില കൂടിയ സാധനമാണ് മാൻഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറേ കാലം ഗൈസ് കളിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടും കുറേ കാലമായി. പോലീസ് ഇപ്പോൾ ഇതൊക്കെ എല്ലാം പറഞ്ഞു ഗൈസ്. പോലീസ് പറഞ്ഞു മാലീസ് പോലീസ് ഒക്കെ പറഞ്ഞു ഗൈസ്. നമുക്ക് പറക്കാൻ ഗൈസ്. പിന്നെ ഫ്രീ ആയിട്ട് കാശ് കിട്ടിയാണ് ഗൈസ്. കുറച്ച് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഫ്രീ മണി ചെറുതായിട്ട് ഗെയിം ഗ്ലിച്ചായ നമ്മൾ നേരെ ഡ്രിഫ്റ്റ് അടിച്ച് വളച്ചേക്കണാണ്. നേരെ റിവേഴ്സ് അടിക്കുക. മണി ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. പവറാണ് മണി ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഹൈ RPM കേട്ടിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഡൗൺ ടൗൺ ഡ്രാഗ് റേസാണ് ഗൈസാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഗൈസിൻ്റെ ഏതെങ്കിലും ഒരു കാറ് മേടിക്കാനാണ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും പറ്റും. 1 മിനിറ്റ് ഗൈസ്. പുതിയ സിറ്റിയിൽ എന്തെങ്കിലും മമ്മാന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പുതിയ സിറ്റിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ മിഷൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ടഫസ്റ്റ് മിഷൻസാണ്. നമ്മൾ കുറേ പെട്ടി കണ്ടുപിടിക്കണം ഗൈസ്. ഇപ്പം മണി ഷിഫ്റ്റിങ് ചെയ്യാം. ഇപ്പം ലാസ്റ്റത്തെ ഭാഗമാകുമ്പോൾ മണി ഷിഫ്റ്റ് ചെയ്യാം ഗൈസ്. ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. വണ്ടിയിൽ 5 ഗിയറുള്ളൂ. പക്ഷേ 7 ഗിയറിലെ വണ്ടീനൊക്കെ ആയിട്ടാണ് നമുക്ക് കോമ്പറ്റീഷൻ വെച്ചേക്കുന്നത്. ഉണ്ടാവും ഗൈസ്. ഇത്ര നേരം പെർഫെക്റ്റാണ്. മണി ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് പറപ്പിച്ച് അതുകൊണ്ടല്ലേ എക്സൽ വർക്ക് കിട്ടിയത്. നമ്മ പറക്കണാണ്. ഇത്രയും പവർ വണ്ടിയാണ് ഗൈസ്. ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ പക്ക. എവിടെ നിർത്താൻ വെച്ചാൽ അവിടെ കണ്ട സ്പോട്ട് ബ്രേക്കിങ്. നമ്മുടെ തന്നെ ഗരാജാണ്. എന്തൊക്കെ വണ്ടി ഉണ്ടാവും നോക്കാം. 0 വണ്ടി. നമ്മുടെ ഇതിലുണ്ടായിരുന്ന വണ്ടികൾ മൊത്തം നമ്മുടെ വീട്ടിലോട്ടിട്ട് GTR വീട്ടിലോട്ടാണ് ആലോചിക്കുന്നത് ഗൈസ്. സൂപ്പറിൻ്റെ ഇപ്പോൾ എടുത്ത GTR ആണ് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഗൈസ് റേസിങ്ങിന്. നമ്മുടെ പ്രോ ഗെയിമിംഗ് ആയിരിക്കും റേസിങ്ങിന് ജയിക്കുന്നത്. അത് പിന്നെ ഉറപ്പാണല്ലോ, പവറാണ്. നൈസായിട്ട് അറിയാണ്ട് മണി ഷിഫ്റ്റ് ഉമ്മാരെയൊക്കെ തോപ്പിക്കാൻ മണി ഷിഫ്റ്റ് ചെയ്യാൻ ഓസം എക്സലന്റ്. അതൊക്കെയാണ് ഇതാണ് ഗൈസ് വർക്ക്സ്. നമുക്ക് 1042 രൂപ കിട്ടി. എങ്ങനെയെങ്കിലും തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. പറ്റുകയാണെങ്കിൽ നമുക്ക് മേടിക്കുന്നതിൽ ഒരു മിനിമം ഒരു കാറിന് നല്ല റേറ്റ് വരും ഗൈസ്. അതാണ് വേറൊരു പ്രശ്നം. 2 crore ഉണ്ടാക്കിയിട്ടാണ് ഞാൻ മേടിച്ചത് ആ മാൻഷൻ. ഒരു കാറിന് സെക്കൻഡ് ഹാൻഡ് സെയിലിൽ തന്നെ നല്ല റേറ്റ് 2000 രൂപയുണ്ട്. കുറഞ്ഞ കാറിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പോകണമെങ്കിൽ ഭയങ്കര ദൂരമുണ്ട്. സെക്കൻഡ് ഹാൻഡ് സെയിലൊന്നും കുറഞ്ഞ കാറില്ല.
ഗൈസ് നമുക്ക് ബ്രേക്ക് ഇട്ട് പതുക്കെ പതുക്കെ നിർത്താം. ഇവിടെ വല്ല പൊട്ട വണ്ടി ഉണ്ടാകാൻ നോക്കാം. ഉണ്ടായിരുന്ന വണ്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ആ ഡോഡ്ജ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഗൈസ്. പണ്ട് തോന്നുന്നുണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. ഇതൊക്കെ ഇത് മണിയല്ല. ഇതെടുത്താലേ ഷവർലല്ലേ. അയ്യോ ഹാച്ചിറാക്കും. ഇതൊന്നും വേണ്ട. ഇത് വേണ്ട. ഇത് മേടിക്കാൻ പറ്റുമോ? ആ പറ്റും. എനിക്കുണ്ടായിരുന്നു. അപ്പം ഇതുണ്ടായിരുന്നു. മസ്താങ് ഞാൻ പവറില്ലാത്തതുകൊണ്ട് ഞാൻ വിൽക്കുന്നത്. നമുക്ക് ഷവർലെടുക്കാം ഗൈസ്. നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഷവർലെറ്റിൻ്റെ കാർ എടുക്കാം. നമ്മളെ വണ്ടി തന്നെ സുപ്രയും വെച്ചിട്ട് നമുക്ക് ഷവർലെറ്റിൻ്റെ കാർ ഡ്രാഗ് റേസ് ചെയ്ത് ഉണ്ടാക്കാം. ഗിയർ വർക്ക് പറക്കാനാണ് ഗൈസ്. എന്ത് സ്മൂത്ത് റിഫൈൻഡ് എഞ്ചിനുണ്ട് ഗൈസ്. അതിൽ റിഫൈൻഡ് എഞ്ചിനാണ് ഗൈസ്. റിവേഴ്സിൽ തന്നെ ഞങ്ങളുടെ പുള്ളിങ് ഉണ്ടായിരുന്നു. അത് ഒരു ഭയങ്കര പവറാണ്. ഇത്തവണ ഡ്രാഗ് റേസ് നമ്മളിവിടെ പൈസ കൊടുത്ത് മേടിക്കേണ്ട വണ്ടിയാണ് ഉള്ളത്. പൊട്ടിക്കാം നോക്കാം. ഫുള്ള് ബാക്ക് ഷിഫ്റ്റിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടൊരു നോക്കാം ഗൈസ്. ഫുൾ ബാക്ക് ഷിഫ്റ്റാണ്. ഫുള്ളി ബാക്ക് ഷിഫ്റ്റാണ് ഗൈസ് ഞാൻ ചെയ്തത്. ഫുള്ളി ബാക്ക് ഷിഫ്റ്റ് അതല്ലേ സൂപ്പർ പവർ. കണ്ടാ ഗൈസ് വണ്ടി പോലീസ് 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 ഇപ്പൊ തന്നെ ഫയറാണ്. നമ്മ ഹാക്കിംഗ് ആണ് ഫുള്ള്. നമ്മ ഹാക്ക് ചെയ്ത് നേരെ ഗ്യാരേജിൽ കയറി ഗൈസ്. വി ആർ ബാക്ക് ഹിയർ. പോലീസ് നമ്മളെ പിടിച്ചില്ല. അതാണ് വേറെ എവിടെ നിങ്ങളൊക്കെ പിടിക്കുമായിരിക്കും. നമ്മുടെ കൂടെ ഇത്തവണ മെഴ്സീഡീസ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ മെഴ്സീഡീസ് ആണോ? നോക്കാം. അല്ല മെഴ്സീഡീസ് അല്ല. നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ BMW കയറി. സുപ്രക്ക് ഇപ്പോൾ BMW എഞ്ചിനാണ് ഇപ്പം ഇറങ്ങുന്ന സുപ്രക്ക്. നമ്മളെ കയ്യിലിരിക്കുന്ന ഇപ്പം ഇറങ്ങുന്ന സുപ്രയല്ല, ഓൾഡ് ലെജൻഡാണ്. അതുകൊണ്ട് വേറെ ഇങ്ങനെ ഗ്ലിച്ചിങ് ഇത് പറയാനോ ഇങ്ങനെ ഗ്ലിച്ച് നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ മണി ഉണ്ടാക്കാം. നമുക്ക് ഡീസൽ അടിക്കണം. അങ്ങനെയുള്ള അല്ലറിയില്ലാതെ ഏതൊരു പരിപാടികളുണ്ട്. പമ്പിൻ്റെ അടുത്ത റേസിങ്ങിന് അടിക്കാം. ഈ റേസിങ് കൂടി കഴിയട്ടെ. ഒരു റേസിങ്ങും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാം. ഇതും കൂടി കഴിഞ്ഞിട്ട് ഇതും കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാം. 100ൻ്റെ മേലെ ആക്കാം നമ്മുടെ മണി. നമ്മളെ എത്ര ലക്ഷം രൂപ നോക്കിയാൽ. പിന്നെ BMW കാണാൻ സൂപ്പർ കയറി. ആ BMWക്കൊക്കെ 8 കയറുണ്ട്. കാരണം എനിക്ക് BMW ഉണ്ടായിരുന്നു, സെയിൽ ചെയ്താണ്. BMW പോയ പെർഫോമൻസ് ട്യൂൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ BMW കാറല്ലായിരുന്നു. ഇപ്പോൾ ഫുള്ള് ട്യൂൺഡാണ്. BMW മേടിച്ചിട്ട് ട്യൂണിങ്ങുള്ള കാശുണ്ടായിരുന്നില്ല. ഇവിടെ ആയപ്പോൾ പിന്നെയും ഗ്ലിച്ച് കണ്ട ഗൈസ്. ഫുള്ള് സീനാണ്. സൂപ്പറിൻ്റെ ഡീസലിന് തന്നെ നല്ല റേറ്റിംഗ് ആണ്. ഫാസ്റ്റാണ് ഗൈസ്. ഇത്ര സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാൻ ഇനി അടുത്ത ആൾക്കാർ വരട്ടെ ഗൈസ്. എന്നിട്ട് മതി നമുക്ക്.
ഇനി 6 സെക്കൻഡ്. 3, 2, 1, 0. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റേസ്. ഗൈസ് വണ്ടി ഉണക്കുക, ആക്സിലേറ്റർ കൈ വെക്കുക. ഇനി നമ്മുടെ റിഫൈൻഡ് എഞ്ചിൻ ശരിക്കും അറിയും. ചെറിയൊരു പനിയുണ്ട്. ടർബോന്ന് വെച്ചേക്കുമ്പോഴാണ് റിഫൈൻഡ് ശരിക്കും അറിയുന്നത്. 90 സ്പീഡ്, അതൊക്കെ അത്ര ഉള്ളൂ. എൻ്റെ കോടി 270 അതിൽ. അശോ പെട്രോളിൻ്റെ പമ്പ് കഴിഞ്ഞു, ഡീസൽ പമ്പ്. അതാണ് ഡീസൽ പമ്പ്. ഓഫ് ചെയ്യുക, ഇറങ്ങുക, ഡോറ് തുറന്നിടുക, ഇത് തുറക്കുക, അടിക്കുക. കുഴപ്പമില്ല, എന്നാലും ഊരിക. ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നടക്കാം. എല്ലാം ഓട്ടോമാറ്റിക്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കണ്ട ഐസൊന്നും എൻജിനിലോട്ട് അങ്ങനെ വിട്ടപ്പോൾ തന്നെ ഡീസൽ കയറിയപ്പോൾ വണ്ടീൻ്റെ പവർ മാറി, ടർബോൻ്റെ പവർ വന്നു. ഇവിടെ കൂടി തന്നെ 1000 രൂപ ഉണ്ടാക്കിയേക്കാൻ പോകുന്ന വഴിക്ക്. ഗിയർ ഇടാൻ പറഞ്ഞു, ചെറിയൊരു പ്രശ്നമാണ്. ആക്സിലേറ്ററിൻ്റെ കൈ എടുക്കണം. ഞാനിതാണ് നേരത്തെ കുറച്ച് മുമ്പ് ആലോചിച്ചത്. നമ്മൾ എത്ര പതുക്കെ പോയിട്ടും കാര്യമില്ല, കാരണം പതുക്കെ പോയാലും സീനില്ല. നമുക്ക് പതുക്കെ പോയാലും നമ്മുടെ ഒരു കാർസിൻ്റെ തുടക്കത്തിലുള്ള കാറിൻ്റെ ഒരു സ്പീഡ് കിട്ടും. നമ്മൾ ജസ്റ്റ് റൗണ്ടിങ് ഒക്കെ അല്ലെങ്കിൽ പതുക്കെ തന്നാൽ മതി. അല്ലേ 3.6, 4.2, 8.1 ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോന്നിനും 1 സെക്കൻഡ്സിൻ്റെ ആവശ്യമുള്ളൂ. എന്താ പറയുക, 30 സെക്കൻഡിന് മേലേക്ക് നമുക്ക് ജയിക്കാനും കിട്ടും. ഷോ എടുക്കാനും മറന്നു. ചെക്ക് പോയിൻ്റ് എടുക്കില്ല, ജയിച്ചു. അത്രേ ഉള്ളൂ. 6000 രൂപ കിട്ടി. ആ വീട് കിട്ടണമെങ്കിൽ റിയൽ മണിയാണ്. നമ്മുടെ അടുത്തില്ല. എന്താ പറയുക, സീനില്ല. നമുക്ക് ആദ്യം ഡൗൺ ടൗൺ ഡ്രാഗ് റേസ് കളിക്കാം. കോസ്റ്റൽ കോഴ്സ് ഡൗൺ ടൗൺ ഡ്രാഗ് റേസ് ഇതാണ് മെയിൻ. ഡ്രാഗ് റേസ് നമ്മൾ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. ഗെയിമിൻ്റെ ആൾ ഗെയിം ഉണ്ടാക്കിയ ആളായിട്ടാണ് നമ്മൾ മാച്ച് കളിക്കുന്നത്. അതാണ് ഇത്തിരി സീൻ. തോൽപ്പിക്കണം. നമ്മൾ തോറ്റു കൊടുക്കൂല. ഇവിടെ നിന്നാണ് നമ്മൾ കാറ് മേടിക്കുന്നത്. ടോപ്പ് ഗിയറിൽ ഇട്ട് പറപ്പിച്ച്. അത് നമ്മുടെ വീട് തന്നെയാണ് വയസ്സ് ചെയ്ത്. ഇനി ഇതിലെ വീട് കണ്ട, ഇത് നമ്മുടെ വീടാ. നമ്മുടെ വീടാ. അങ്ങനെ പറക്കാം. നമുക്കാണെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കാം. ആ വണ്ടിക്ക് ഇനി എത്ര രൂപയെന്നും കൂടെ നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ജയിക്കണം. നോക്കാം, മാക്സിമം ജയിക്കാം. നമ്മൾ ഈ ഗെയിമിലൊക്കെ ജയിക്കണമെങ്കിൽ ഒരു കിടിലൻ സൂപ്പറൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 100 ദിവസമെങ്കിലും കളിക്കണം. തുടക്കത്തിൽ തന്നെ സൂപ്പർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ സൂപ്പറിനെ തോപ്പിക്കൽ ഇത്തിരി ടാസ്ക്കാണ്. കാരണം തോക്കോ ഇല്ല. യെസ് നമ്മുടെ സൂപ്പറിലെ റിഫൈൻഡ് എഞ്ചിനാണ്. എഞ്ചിൻ പവറാണ്. പവർ ഷോ സ്റ്റിയർ ഏരിച്ച് മാറിപ്പോയി.
ആ ഡ്രിഫ്റ്റിങ് കണ്ടായിരുന്നു, അതാണ് സീൻ. അശ്ശോ, പിന്നെയും വളക്കാൻ വന്നു. ഫുള്ള് ഡ്രിഫ്റ്റാണ് സൂപ്പറ. ഞാൻ ഡ്രിഫ്റ്റും കൂടി ഇട്ടിട്ടില്ല, ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഡ്രിഫ്റ്റും കൂടെ ഓൺ ചെയ്താൽ പിന്നെ പവറാണ്. കണ്ടോ, ഓൺ ചെയ്താലും സീനാണ് നമ്മുടെ ഡ്രിഫ്റ്റ് മോഡ്. ഡൗൺ ടൗൺ ഡ്രാഗ് റേസ് നമുക്കൊന്നും കൂടി കളിക്കാം. നമ്മൾ ഫാസ്റ്റാണ് പിന്നെ. 3, 2, 1, 0 then സ്റ്റാർട്ട് ഗൈസ്. നമ്മളിനി പിന്നെ ഓണാക്കാൻ മറക്കരുത്. കാരണം സൂപ്പറിനെ പോലെ നേരത്തെ തന്ന സൂപ്പർ ചിലപ്പോൾ ജയിക്കാൻ ചാൻസ്. എക്സെപ്റ്റ് ലാസ്റ്റും ഫൈനൽ മൂമെൻറ്റിലാണ്. റോൾസ് റോയ്സ് പൈസ കൊടുത്ത് മേടിക്കുന്ന വണ്ടി. വൈബ് സെറ്റ് പ്യുവർ വൈബ്. കാലൊന്ന് നോക്കട്ടെ, നോക്കാൻ കഴിച്ചാ കാറ്. നമുക്ക് സൈഡിൽ നിർത്താം. ഇതാണ് ഷോറൂമിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ട് നിർത്താം. റോക്ക് വണ്ടി ഓഫ് ചെയ്യാൻ ഇറങ്ങുക, അല്ലെങ്കിൽ ഡീസൽ ഓടിച്ചെല്ലുക. ഇതിന് 267. ഓ ഗോയ്സ്, നല്ല റേറ്റാണ് ഈ വണ്ടിക്ക്. ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ്. ഈ വണ്ടിയൊക്കെ കട്ട ശോകമാണ്. ഇതും പോരാ, നല്ല വണ്ടി ഇതും പോരാ. അതൊക്കെ എനിക്കിപ്പോൾ മേടിക്കാവുന്നുള്ളൂ ഈ വണ്ടിയൊക്കെ. ഇപ്പോൾ കാണിച്ച 2 വണ്ടി. പക്ഷെ നമ്മളിപ്പോൾ മേടിക്കൂല. കാരണം എന്താ, നമ്മൾ മേടിക്കാവുന്നത് കോർവെറ്റാണ്. കോർവെറ്റ് മേടിച്ചിട്ട് അടങ്ങുള്ളൂ. നമുക്ക് ഇത് 200 റേറ്റ് നമ്മുടെ കയ്യിലുള്ള മണി കടത്തിയിട്ട് വേണം. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ 260 ആക്കി. നമ്മൾ 200-ന് മേലെ പിന്നെയും ചെയ്തു. നമ്മളിവിടെ പിന്നെ സൂപ്പർ, ആ ഗോൾഡൻ സൂപ്പർ പിന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അതിനെ പിന്നെ പൊട്ടിക്കണം. പൊട്ടിക്കാൻ പോകുന്നതാണ്. സിമ്പിൾ പൊട്ടിച്ച്. ഇവിടെ എവിടെയെങ്കിലും പോലീസ് ഉണ്ടെങ്കിൽ അടുത്ത ടാസ്ക് അവനെ ഓടിക്കണം. ആ വഴി പറ്റൂല, നമ്മൾ നേരെ വേറൊരു വഴി കൂടിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമ്മൾ വേറെ വഴി കൂടി പോയില്ലെങ്കിൽ നമ്മുടെ കാറ് പോലീസ് കൊണ്ടുപോകും. നമ്മുടെ ടൈമും വേസ്റ്റാകും. പോലീസിനോട് പതുക്കെ പോയി എൻ്റെ അമ്മച്ചി, എൻ്റെ പള്ളി ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. കണ്ടത് നമ്മൾ നേരെ പിന്നെ വിട്ടിട്ടുണ്ട്. നമ്മുടെ ടയർ നമ്മുടെ ടയറാണ്, വലിയ ടയർ സിറ്റിയാണ്. ടയർ സിറ്റിയിലെത്തി. ഞാൻ ഷവർലെറ്റിൻ്റെ കോർവെറ്റ് ഇന്ന് മേടിക്കും. ഷവർലെറ്റിൻ്റെ കോർവെറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡോഡ്ജിൻ്റെ ആ ചാർജർ മേടിക്കും. ഡോഡ്ജിൻ്റെ ചാർജർ ഏതോ ഒരു മോഡൽ വണ്ടി അത് മേടിക്കും ഗൈസ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം, ഡോറടക്കാം. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലെത്തി. കണ്ട ഗൈസ്, കിടിലം വണ്ടി. വണ്ടി സൈഡിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നമുക്ക്
നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. ഇൻബിൽഡ് സ്പോയിലർ എന്നാ വണ്ടിയല്ലേ. ബൂട്ട് സ്പേസ് അധികമില്ല, അതാണ് വേറൊരു കാര്യം. പിന്നെ ബോണറ്റ് ജാതി എഞ്ചിനാണ്. ജാതി എഞ്ചിൻ ഇന്നത്തെ ഇവിടെ തരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ.